ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഗാർഡനിലെ ചെടികളെ കുറച്ച് ദിവസം നമ്മളൊന്ന് ശ്രദ്ധിക്കാതിരുന്നിരുന്നാൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒന്നും കാണത്തില്ല. പക്ഷേ പെട്ടെന്ന് നമ്മുടെ ചെടികളൊക്കെ പ്രത്യേകിച്ചും റോസ് ഉണങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണക്കാര്യം നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാകത്തില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. ഈ കാണുന്ന ഒരു തണ്ടേ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത് കണ്ടോ, ഒരു കറുത്ത ബ്രൗൺ നിറത്തിലുള്ള അതാണ് നമ്മുടെ ഈ ചെടികളുടെ തണ്ടേന്ന് നീരൂറ്റി കുടിച്ച് നമ്മുടെ ചെടിയെ ഉണക്കുന്നത്. ഇതെൻ്റെ ഒരു സെൻറ്റിമെൻ്റൽ റോസയിൽ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഒരു തണ്ട് വാടി വന്ന് നോക്കുമ്പോഴത്തേക്കുമാണ് ഞാനിത് കണ്ടത്. പെട്ടെന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. ഇതാ കണ്ടില്ലേ, ഈ ശകരം വരുന്നത്, ഈ ശകരമാണ് ഞാൻ മുറിച്ച് മാറ്റിയിരിക്കുന്നത്. അത് കണ്ടോ, പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടോ, അത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ദൃഷ്ടി കാണാൻ പറ്റത്തില്ല. അത് കണ്ടോ, ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുവാണ്. അത് ചലിക്കുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളതിനെ കയ്യിലെടുത്ത് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു പശ പോലുള്ള ഒരു ദ്രാവകം അതേന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളത് അതിനെ പിടിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു പശ പോലുള്ള ദ്രാവകം നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ചെടിയെ നശിപ്പിച്ച് കളയുന്നത്. ഇതാണ് നമ്മുടെ ഈ ചെടികളിൽ നിന്നും നമ്മുടെ ചെടിയുടെ നീരൂറ്റി കുടിച്ച് നമ്മുടെ ചെടിയെ ഉണക്കുന്ന സാധനമാണ് ഈ കാണുന്നത്. എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ജീവികളൊന്നുമല്ല. അതിന് കൈയും കാലും ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷേ ഒരു ചുമപ്പ് നിറം കണ്ടോ, ആ ഒരു ചുമപ്പ് നിറമാണ് തോന്നുന്നു. അത് നീരൂറ്റി കുടിച്ച് നമ്മുടെ ചെടിയെ ഉണക്കുന്നതാണ് ഈ സാധനം. അതൊരു ഫംഗസ് പോലാണ് ഇരിക്കുന്നത്. ഇതാണ് എൻ്റെ ആ ചെടി കണ്ടോ. ഇനി ഞാനതിനെ മുറിച്ച് മാറ്റിയിട്ട് അതിന് സാഫ് തേച്ച് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാഫ് തേച്ചിട്ട് അതിനെ സംരക്ഷിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കമ്പ് മുറിച്ച് മാറ്റിയിട്ട് ഞാൻ സാഫ് തേക്കുവാണ്. സാഫ് തേച്ച് അതിനെ സംരക്ഷിക്കാൻ പോവാണ്. അത് കൂടുതൽ ഉണങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഞാനതിനെ മുറിച്ച് മാറ്റിയിട്ട് സാഫ് തേച്ച് കൊടുക്കാം. സാഫ് തേച്ച് കൊടുത്ത് അത് രക്ഷപ്പെടുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ സാഫ് തേച്ച് കൊടുത്തു. ഒരുപാട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ചെടിയാണ്. പെട്ടെന്നാണ് അതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞ് ഇങ്ങനെ ഞാൻ കാണുന്നത്. അത് നോക്കി വന്നപ്പോഴാണ് ആ ഒരു ജീവിയെ പോലെയുള്ള സാധനത്തിനെ കാണുന്നത്. കണ്ടോ, ഞാൻ സാഫ് തേച്ച് കൊടുത്തിട്ടുണ്ട്. അത് രക്ഷപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാനിതിൻ്റെ ബാക്കി ഭാഗം കാണിക്കുന്നതായിരിക്കും.